കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് 6 വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിലേക്ക് 2025-2026 വർഷത്തിലേക്കുള്ള മുട്ടക്കോഴികളുടെ വിതരണം നടത്തി. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലിസ്റ്റൊക്കെ നേരത്തെ കൊടുത്തു, അതിൻ്റെ രേഖകളും നേരത്തെ കൊടുത്തു. അങ്ങനെയുള്ള 6 വാർഡുകൾ, കണ്ടല്ലൂർ പഞ്ചായത്തിലെ 6 വാർഡുകളിൽ നിന്ന് അതിൻ്റെ രേഖകളും ലിസ്റ്റും തയ്യാറാക്കിയ 6 വാർഡുകൾക്കാണ് ഇന്ന് കൊടുക്കുന്നത്. ബാക്കി വാർഡുകൾക്ക് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഈ മുട്ടക്കോഴിയെ വിതരണം ചെയ്യുന്നതാണ്. ഒരു 4 വാർഡുകൾ ഇനിയും ലിസ്റ്റും അതേപോലെ തന്നെ രേഖകളും കൊടുക്കാനുണ്ട്. അവരും ഈ 10 ദിവസത്തിനുള്ളിൽ ആ രേഖകളും ലിസ്റ്റും കൊടുക്കുകയാണെങ്കിൽ അവർക്കും 10 ദിവസത്തിനുള്ളിൽ ഈ മുട്ടക്കോഴിയെ വിതരണം ചെയ്യുന്നതാണ്. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. നമ്മുടെ ജില്ലയിൽ പക്ഷിപ്പനി വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. നമ്മുടെ ജില്ലയിൽ ഇത് വിതരണവും അതേപോലെ തന്നെ വിൽപ്പനയെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇത് മുട്ടക്കോഴിയെ ലഭിക്കുന്നില്ല എന്നുള്ള പോരായ്മയാണ് നിലനിൽക്കുന്നത്. ഇത് ഏകദേശം 1 മാസത്തിന് മുമ്പ് വിതരണം ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ ഡോക്ടർ മുൻകൈ എടുത്ത് ഇത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കൊല്ലം ജില്ലയിലെ ഹാച്ചറിയിൽ നിന്ന് ഇത് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുകയും കൊല്ലം ജില്ലയിലെ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഡോക്ടർ മുൻകൈ എടുത്ത് നമ്മുടെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴിയെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കഴിഞ്ഞ വർഷമൊക്കെ ഇതിനേക്കാളും ചെറിയ കോഴിയാണ് വിതരണം ചെയ്തത്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും കോഴി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചുമതലപ്പെടുത്തിയ ആളിന് സാമ്പത്തിക ബാധ്യത കൂടുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. അത് എത്രയും പെട്ടെന്ന് ഇത് വിതരണം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ 6 വാർഡുകളെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ വാർഡ് എന്നുള്ള തരത്തിൽ ആദ്യം 6ാമത്തെ വാർഡിന് ആദ്യം കൊടുക്കുകയല്ല, ഇത് മുൻഗണനാ ക്രമത്തിലാണ്. ആദ്യം ആരാണോ ലിസ്റ്റ് കൊടുത്തത്, എല്ലാ രേഖകളും ആദ്യം കൊടുത്തത്, ആ വാർഡിനാണ് മുൻഗണനാ ക്രമത്തിൽ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 6ാം വാർഡായിരുന്നു ഏറ്റവും ആദ്യം ലിസ്റ്റ് കൊടുക്കുകയും രേഖകൾ കൊടുക്കുകയും ചെയ്തത്. ഒരു വാർഡിലെ 50 പേർക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. കോഴിയുടെ വില നമ്മൾ ഗവൺമെൻറ് നേരത്തെ 600 രൂപയ്ക്കായിരുന്നു നമ്മൾ സബ്സിഡി ആയിട്ട് നമ്മൾ 5 കോഴിക്ക് 600 രൂപയായിരുന്നു. ഇപ്പോൾ 10 രൂപ കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് 650 രൂപയായി. അപ്പോൾ 50 രൂപ നമ്മൾ ഗുണഭോക്തൃ വിഹിതമായിട്ടും 600 രൂപ നമ്മൾ സബ്സിഡി ആയിട്ടുമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 750 യൂണിറ്റാണ് നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ വിതരണം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കോഴി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. കഴിഞ്ഞ വർഷത്തെ പക്ഷിപ്പനി കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ആലപ്പുഴ ജില്ലയിൽ കോഴി വളർത്തൽ നിരോധിച്ചതുകൊണ്ട് നമ്മുടെ ഹാച്ചറികളെല്ലാം ഗവൺമെൻറ് ഹാച്ചറികളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയത് മെയിനായിട്ട് ചെങ്ങന്നൂർ ഹാച്ചറിയായിരുന്നു, കോട്ടയത്ത് ഹാച്ചറി ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷന് മുമ്പ് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെങ്കിലും കോഴി കിട്ടാനുള്ള അപര്യാപ്തത മൂലമാണ് അത് നീണ്ടുപോയത്. അശ്വതി അധ്യക്ഷയായി, ഡോക്ടർ ഷൈജു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു, പൊന്നി സുരേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. CDNet ന്യൂസ്, കായംകുളം.